പത്തായത്തി നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പത്തനാപുരത്തുനിന്ന് വരും എന്ന പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന് ഏകദേശം സാമ്യമായിട്ടുള്ള ഒരിടത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ആര്യനാടുള്ള പറണ്ടോടുള്ള ബ്രീസ് ഹോട്ടലാണ് കേട്ടോ. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് നല്ല കോഴിപ്പെരട്ടും പിന്നെ നമ്മുടെ ബീഫ് പെരട്ടുമാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ്. വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ മുന്നിൽ സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോറ്, കപ്പ, പിന്നെ അച്ചാറ്, സാലഡ്, ചിക്കൻ, ബീഫ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇത് എൻ്റെ ഇവിടെ ഉടങ്കല്ലി മുളക് എന്നാണ് പറയുന്നത് കേട്ടോ ഈ സാധനം. ഇതുകൊണ്ട് അത്യാവശ്യം നല്ല എരിയുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം സേവ്ഡ് പേജ് കയറിയിട്ട് ഏകദേശം 2 വർഷമായി. ഇതുവരെയായിട്ട് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കഴിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇത് ചിക്കനാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. കാര്യം ഇപ്പോൾ റെഡി ആയെന്നാണ് പറഞ്ഞത്. അത് അടുപ്പിൽ കിടന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്. ചിക്കൻ്റെ ഗ്രേവി നല്ല നൈസാണ് കേട്ടോ. നൈസാണ്. ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി അടുത്ത് ബീഫാണേ. ബീഫും നല്ല ചൂടാണ്. ബീഫുള്ള അല്ലെങ്കിലും നമ്മളെ കപ്പയും ചോറും ബീഫും ഒക്കെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. നമ്മുടെ ഗ്രേവി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. വലിയ അങ്ങനെ ലൂസായിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ബീഫ് എരിയുണ്ട്. ഇവിടെ തനിക്ക് സലാഡ് ഉള്ളതാണ് കേട്ടോ. നല്ല സലാഡാണ്. പിന്നെ ഇവിടെ വരുന്നവർ ആർത്തിയോടൊന്നും ഇതൊന്നും ഞാൻ കാണിച്ചു തരുന്നത് കഴിക്കാൻ നിൽക്കണ്ട. നല്ല എരിയാണ്. നല്ല എരി എന്ന് വെച്ചാൽ നല്ല എരിയാണ്, പറ്റുന്നില്ല. ചിക്കൻ്റെ ഗ്രേവി നൈസാണ്. അപ്പോൾ അതും നമ്മുടെ ചോറും കുറച്ച് കപ്പയും കൂടി ഇട്ടൊന്ന് നല്ല രീതിക്കൊന്ന് കുഴച്ച് ഒന്ന് കഴിക്കണം. കാണിച്ചു തരാം. അല്ലേ നൈസ് സാധനമാണ് കേട്ടോ. പിന്നെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണ്, ഇത് ആർത്തിയോട് കഴിക്കാൻ നിൽക്കേണ്ട. നല്ല രീതിക്ക് എരിയുണ്ട്. ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നവരാരും ഇവിടുത്തെ രസത്തെപ്പറ്റി അങ്ങനെ സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. എത്രയാണ്? ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞായിരുന്നു. നല്ല രീതിക്ക് വയറ് വീർത്തായിരുന്നു. വളരെ എക്കണോമിക്കായിരുന്നു. അതായത് ഇപ്പോൾ 2 പേർക്കും കൂടി ഊണും ഒരു ബീഫും ഒരു ചിക്കനും കൂടി ആയപ്പോൾ 300 രൂപ ആയതേ ഉള്ളൂ. ഈ ഊണും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ റേറ്റ് വരുന്നത്. വളരെ വളരെ എക്കണോമിക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഫുഡുമായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ ആ രസം നിങ്ങൾ എന്തായാലും മാറ്റി വയ്ക്കേണ്ട ഒരു ഒന്നല്ല. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ആ രസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആ മുളക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാടിക്കയറി അത് കടിക്കാൻ നിൽക്കണം. നല്ല എരിയാണ്. അത് ചാടിക്കയറി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എരി നിന്ന് നമുക്കൊന്ന് ഒരു ഭക്ഷണം നല്ല രീതിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി അങ്ങ് പോകും. ഇതിൽ ഈ 2 കാര്യമുള്ളൂ. പിന്നെ കട പ്രവർത്തിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 12-12:30 തുടങ്ങി ഒരു 3:30-4 മണി വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പില്ല. പിന്നെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.